ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൂനെ രക്ഷിക്കാനായിട്ട് രാജ് ഇവിടെ ഒരു നുണക്കഥ പറഞ്ഞു അല്ലേ? മാഡം പതറണ്ട, ഞാൻ ചോദിച്ച സത്യല്ലേ? അപ്പു അപ്പു അമ്മേ, ഇതെന്താ ഇപ്പോ? സ്കൂൾ അവധിയൊന്നും ആയില്ലല്ലോ. അവധിയായില്ല, പക്ഷേ ഓണം കഴിഞ്ഞ എക്സാമാ. അപ്പൊ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കണ്ട, വീട്ടിലേക്ക് പോന്നേക്കാന്ന് അപ്പു കരുതി. എന്നിട്ട് മോള് ഋതുചേച്ചി വിളിച്ചു പറഞ്ഞോ? ഞാൻ ഋതുചേച്ചിയോട് പറഞ്ഞു. ഋതുചേച്ചി രാജുവേട്ടനെ കൂട്ടി എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ വരവിൽ എന്തോ തരികിടയുണ്ടല്ലോ. അമ്മമ്മ ഇവിടെ വന്നിരിക്കുന്ന കാര്യം ഞാൻ അപ്പുവിനോട് പറഞ്ഞു. അപ്പോ അപ്പുവിന് വരണമെന്ന് നിർബന്ധം. ഇതെന്താ ഓണം വെക്കേഷൻ ആയില്ലല്ലോ? സ്റ്റഡി ലീവ് അച്ഛ. അപ്പോഴത്തേക്കും ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു. അപ്പോ എക്സാം കഴിഞ്ഞോ? ഇല്ല, അത് ഓണം കഴിഞ്ഞിട്ടാ. സാധാരണ എല്ലാ സ്കൂളിലും ഓണത്തിന് മുൻപാ എക്സാം. ചില സ്കൂളുകളില് അങ്ങനെയല്ല അമ്മായി. എന്തായാലും നന്നായി, അമ്മയോടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഓണം കഴിഞ്ഞു പോവാം. മോൾ ആദ്യം ചെന്ന് അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങിക്കേ. മോളെ, അപ്പൂനെയും കൂട്ടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. ശരി മോള് ചെല്ലേ. രാജു വരുന്നോ അമ്മമ്മയെ കാണാൻ? ഞാനും വരാം മേഡം. ബാപ്പു, അപ്പു കൂടെ വന്നപ്പോ ഋതുമോളുടെ മുഖം നല്ലോണം തെളിഞ്ഞു. അതെ, നീ വാ. പ്രതാപന്റെ മകളെ കണ്ടുപിടിച്ച ശേഖരന്റെ മകളും പരുന്തും കാലിൽ തൂങ്ങും. ഏതെങ്കിലും ഒരു പരുന്ത് റാഞ്ചും. വാ. അല്ല, രാജു എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങു വന്നേ. അമ്മമ്മ, ഇതാ അപ്പു. അപ്പു മിടുക്കി. അപ്പുവിനെ കുറിച്ച് പറയുമ്പോ ഋതുമോൾക്ക് 100 നാവാ. എത്രയല്ല പഠിക്കുന്നേ? +2. പിന്നെന്താ നേരത്തെ പോന്നേ? ഓണാവധി ആയില്ലല്ലോ. ഓണാവധി ആയില്ല, പക്ഷേ സ്റ്റഡി ലീവാ. അപ്പൊ പിന്നെ വെറുതെ ഹോസ്റ്റലിൽ നിൽക്കണ്ടെന്ന് അപ്പൂന് തോന്നി. ഋതികമ്മടത്തെ വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങള് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പു, അമ്മമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കും. നന്നായി വരട്ടെ.
ഇനിയിപ്പോ എല്ലാവർക്കും കൂടി തകർക്കാം. അത്തം പിറക്കാറായി. അത്തം 10 പൊന്നോണം. പൂക്കളിടണം, ഊഞ്ഞാല് കെട്ടണം. ആ, അമ്മമ്മേ എന്നാ ഞങ്ങളങ്ങോട്ട്. ചെല്ലേ. അപ്പു വന്നല്ലേ ഉള്ളൂ. വാ. രാജു നിക്ക്. രാജുവിനോട് ഞാനൊന്നും സംസാരിച്ചില്ലല്ലോ. വരൂ, നിങ്ങൾ ചെല്ലേ. മാഡം, അപ്പൂനെ രക്ഷിക്കാനായിട്ട് രാജു ഇവിടെ ഒരു നുണക്കഥ പറഞ്ഞു അല്ലേ? മാഡം, പതറണ്ട. ഞാൻ ചോദിച്ച സത്യല്ലേ? നീ ഒരു നുണക്കഥയല്ലേ രാജു പറഞ്ഞത്? അതെ മാഡം. പാവം, നിനക്കൊരു കള്ളത്തരം പറയാനുള്ള മിടുക്കൊന്നുമില്ല. നീയേ നിഷ്കളങ്കന. മാഡം, ഞാനത് വേണ്ട, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയണ്ട. നീ പറഞ്ഞത് കള്ളത്തരാണെന്ന് നിന്റെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. അത് സിക്സ്ത് സെൻസ് ഒന്നുമല്ല, ജീവിതാനുഭവങ്ങളിലൂടെ കിട്ടിയ കോമൺ സെൻസാ. അത് മാത്രം മതി അത് മനസ്സിലാക്കാൻ. ഒരു കാര്യം 100% സത്യം. നീ നിന്റെ നന്മയല്ല, മറ്റുള്ളവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. നീ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും വരരുതെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നു. ബൈബിളിലുള്ളത് ചെറുതായി ഒന്ന് തിരുത്തി പറഞ്ഞ നീ നിന്നെക്കാളേറെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുന്നു. അയ്യോ മാഡം, ഒരു കാര്യം എനിക്ക് നിന്നോട് പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ ജീവിതം പലപ്പോഴും പോകുന്നത് നമ്മുടെ കൺട്രോളിലല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ ഇടപെടലുകളുണ്ട്. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പലതും അർഹതയില്ലാത്തത്, അർഹതയുള്ളത് എന്നൊന്നും വേർതിരിച്ച് കാണരുത്. പലതും ദൈവനിയോഗമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോ മനസ്സിനത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ മുതിർന്നവര് പറയുന്ന ചില കാര്യങ്ങൾ രാജു അനുസരിക്കണം. അതുകൊണ്ട് ഭാവിയിൽ നിനക്കൊരു ദോഷവും വരില്ല. കാരണം നീ ദൈവാധീനമുള്ളവനാ. എന്നാ പൊയ്ക്കോ. ശരി മാഡം. അകലെ